ഹായ് ഗുഡ് മോർണിംഗ്. സോ ഇപ്പോൾ 10 മണി കഴിഞ്ഞു. അപ്പോൾ എനിക്കിന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. പ്ലസ് എനിക്കിന്ന് വെറുതെ വീട്ടിലിരിക്കുകയല്ല, പക്ഷെ എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ടെന്ന് പുറത്ത് പോകുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു ഡേ ഹൗ ഐ എം ഗോണ ഓർഗനൈസ് മൈ ഡേ, ലെറ്റ്സ് സീ. ഇപ്പോൾ 10 മണി കഴിഞ്ഞു. എനിക്കിനി പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പുറത്ത് പോകുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊരു ഒരു 5:30 ആണ് എൻ്റെ ടേബിൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് വിത്ത് മൈ ടീച്ചർ. ഞാൻ വർക്ക് ചെയ്യുന്ന ടീച്ചറിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. സോ ഇപ്പോൾ 10, ഇനിയിപ്പോൾ എത്ര മണിക്കൂറുണ്ട്? 11, 12, 1, 2, 3, 4, 5, ഒരു 5 hours എന്തായിരിക്കും. എനിക്കും പ്രത്യേകിച്ച് പ്ലാൻ ഈ ഒരു 5 മണിക്കൂർ എന്താണെന്നുള്ളതില്ല. ബട്ട് കൈൻഡ് ഓഫ് സ്ലോ റിലാക്സിങ്, ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് സീ. ഞാനിപ്പോൾ എന്തായാലും കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ചായ ഉണ്ടാക്കും, പിന്നെ ഫ്രോസൺ പറാട്ട ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കും, കഴിക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ഹാളുണ്ട്, അതായത് ഈ ഒരു സ്പേസ് ഇവിടെ ഞാൻ ഇരിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് റീഡ് ചെയ്യും, റൈറ്റ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ ഒരു 2-3 hours ഞാൻ അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്യും. പക്ഷെ ഞാനത് വേസ്റ്റ് ചെയ്യല്ല, ഞാനവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ഫോർ മീ. ഈ ഒരു വീക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ ഇന്ന് എനിക്ക് ഈ ഒരു വീക്ക് എനിക്ക് വേണം. എനിക്ക് നമ്മൾ പറയത്തില്ലയോ, അതായത് എൻ്റെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. ഈ ഒരു വീക്ക് എനിക്ക് സ്കൂളില്ല, അപ്പോൾ സ്കൂൾ വർക്കില്ല. എനിക്കപ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു റഷിൽ നിന്ന് ഞാൻ എസ്കേപ്പായിട്ട് ഇരിക്കുവാണ് ജസ്റ്റ് ഫോർ ദിസ് വീക്ക്. അത് കഴിഞ്ഞ് പിന്നെ 7 ആഴ്ച കംപ്ലീറ്റ് സ്കൂളും എൻ്റെ 2 വർക്കുമായിട്ട് ഞാൻ വീണ്ടും ആസ് യൂഷ്വൽ തിരക്കും ഓട്ടോ ആയിരിക്കും. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ. സോ ദിസ് ഈസ് മൈ ഫ്രോസൺ പറാട്ട. ആക്ച്വലി അത്ര ഹെൽത്തി അല്ലെന്നറിയാം. തൽക്കാലത്തേക്ക് എൻ്റെ ഈ ഒരു ഈസി പീസി ആൻഡ് ഒരു ബിസി ഷെഡ്യൂളിൽ എനിക്ക് ഇതൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1.5 മാസം പോയി. അത് കഴിഞ്ഞ് എൻ്റെ ലൈഫ് റുട്ടീനൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ചേഞ്ച് ചെയ്യും. ഇങ്ങനെയൊന്നും അല്ല. എനിക്ക് എൻ്റെ മുട്ടക്കറി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. സോ ഞാനിനി എൻ്റെ സത്യം ഭയങ്കര റിലാക്സിങ് ആണ്. ഞാനിനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ ഉറക്കമാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ ടൈം സ്പെൻഡിങ് എൻ്റെ ഒരു ബുക്കും, പിന്നെ എൻ്റെ ഒരു ഡയറി ഉണ്ട്, ആ ഒരു ഡയറിയും, പിന്നെ എൻ്റെ ഒരു ലാപ്ടോപ്പ്. അതും എടുത്ത് ഇന്ന് പുറത്തിരിക്കാം. കാരണം അകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ഹോട്ട്. സോ ഫാനൊന്നും ഇല്ലാതെ അകത്തിരിക്കുക, എനിക്ക് ആ ഒരു സ്പേസിലിരിക്കാൻ പറ്റത്തില്ല. സോ ഐ എം തിങ്കിങ് ഇന്ന് നല്ല വെതറും. സോ ഐ തിങ്ക് ഇന്ന് പാർട്ട്ലി ക്ലൗഡിയാണ്. സോ ഐ തിങ്ക് എനിക്ക് ഔട്ട്സൈഡ് ഇരിക്കാം. ഞാനിവിടെ ഒരു ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 1-2 മണിക്കൂർ എനിക്ക് സ്പെൻഡ് ചെയ്യാം. സോ എൻ്റെ ഇതിൽ റേഞ്ച് ഇല്ല. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ സമയം നോക്കിയിരിക്കുകയാണ്. കാരണം ആരും ഉറക്കം എഴുന്നേറ്റിട്ടില്ല. ദാറ്റ്സ് ദ ട്രൂത്ത്. ഈവൻ അനന്ത് ഉറക്കം എഴുന്നേൽക്കണമെങ്കിൽ അവൻ 2 മണിയാവും. അവൾ ഉറക്കം എഴുന്നേറ്റ് ഉടനെ അവൻ ജോലിക്ക് പോകും. ദെൻ എൻ്റെ ഫ്രണ്ടാണേലും അവൾ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. സോ എനിക്ക് ആരെയും പോയി ശല്യപ്പെടുത്താൻ പറ്റത്തില്ല. സോ ഞാനും എൻ്റെ കുട്ടി ബുക്കും ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് ഇങ്ങനെ വായിച്ചിരുന്നപ്പോൾ എനിക്ക് തല ഇങ്ങനെ പെരുക്കുന്നു. സോ ഞാനത് ഐ സ്റ്റോപ്പ് റീഡിങ്. ദെൻ എനിക്ക് കുറച്ചൊന്ന് ലൈക്ക് ഒരു ഹെഡിനൊക്കെ ഒരു മസാജൊക്കെ കൊടുത്തിങ്ങനെ കാം റിലാക്സ്ഡ്. സോ ലെറ്റ്സ് സീ. ഒരു 1 hour കൂടി എനിക്ക് തള്ളി നിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ളി പ്ലാൻസ്. ബട്ട് ഈ ഒരു 2-3 മണിക്കൂർ നമ്മൾ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ഫ്രഷ് എയറൊക്കെ ഒന്ന് കൊണ്ടിരിക്കാൻ. ശരിക്കും ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു ഡേ കൊണ്ടുപോകാൻ. വലിയ റഷ് ഇല്ലാതെ, വലിയ സ്ട്രെസ് ഇല്ലാതെ.
പറയണ അനന്തമാണ്. ഓരോരുത്തരും ഞാൻ വായി പറഞ്ഞ് വിടുവാനത്. അന്ന് 2 മണി നിനക്ക് ജോലിക്ക് പോകണ്ടയോ? എപ്പോ? ട്യൂബ് നല്ല ഡിസ്ക്രിപ്ഷൻസാ, നല്ല ഡിലേയാ ട്യൂബ്. റഷായി പോയി. എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ റെഡി ആയപ്പോൾ എനിക്കൊരു റഷായി. പിന്നെ ട്യൂബെല്ലാം ഡിസ്ട്രപ്ഷൻ. അപ്പോൾ എനിക്ക് നേരത്തെ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഐ ആം ഗോണ സ്റ്റക്ക്. കാരണം 5:30 ആണ് എൻ്റെ ടേബിൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ തൽക്കാലം ഇത്രയൊക്കെ മതി. ഞാൻ ഈ ഡ്രസ്സ് മാറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി എനിക്ക് മാറ്റി നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. നോട്ട് ബാഡ്. ഞാൻ ഇതുവരെ ഈ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നെങ്കിലും അത് ഇട്ടങ്ങ് ആ ഒരു കൊതി അങ്ങ് തീർക്കാം, ചേർന്നാലും ഇല്ലേലും. ആക്ച്വലി നമ്മളിവിടെ വിൻ്റർ ആണെങ്കിൽ നമുക്ക് എത്ര ട്രാവൽ ചെയ്താലും 2-3 മണിക്കൂർ ട്രാവൽ ചെയ്താലും നമ്മൾ ഒട്ടും ടയർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇപ്പോഴത്തെ ഈ ഒരു വെതറിൽ സമ്മർ ആയതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലെങ്ങനെയാണോ ദ സെയിം യു വിൽ ഗെറ്റ് ടയർഡ്. ആക്ച്വലി ഞാനിപ്പോൾ ഇങ്ങനെ സ്വെറ്റായിട്ട് എനിക്ക് എൻ്റെ ഫേസൊക്കെ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു സ്റ്റിക്കി ഫീലാണ്. ഓക്കെ അങ്ങനെ ഈ ഡ്രസ്സ് ഇട്ട ഒരു പുതിയ ഫുൾ പറയുമ്പോൾ ഐ ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് ഗുഡ്.